അച്ഛനും മകളും വള്ളത്തോൾ. നവനവോന്മേഷശാലിനിയായ കവിപ്രതിഭയുടെ ശില്പചാതുര്യം അന്യാദൃശമായ ഒന്നാകുന്നു. കവിപ്രതിഭയുടെ കരശില്പമേൽക്കുന്ന സർവവസ്തുക്കൾക്കും സവിശേഷമായ ഒരു ചൈതന്യവും സൗന്ദര്യവും സിദ്ധിക്കുന്നു. പുൽക്കൊടിയുടെ തുമ്പത്ത് പുലരിപ്പൊന്നൊളി പൂശി നിൽക്കുന്ന മഞ്ഞിൻ തുള്ളിയെ അത് മഹാർഘമായ മാണിക്യക്കല്ലായി മാറ്റുന്നു. നഭോമണ്ഡലത്തിൽ മിന്നുന്ന നക്ഷത്രനിരയെക്കൊണ്ട് നിശാസുന്ദരിക്ക് പൊന്മണിമാല പണിയുന്നു. മാനത്തു നിന്നു വീണ ചെറുമഴത്തുള്ളിയിൽ ബ്രഹ്മാണ്ഡത്തിൻ്റെ ഉള്ളടക്കം മുഴുവൻ ഒന്നിച്ച് പ്രദർശിപ്പിക്കുന്ന ജാലവിദ്യ അതിന് മാത്രമേ അറിയുകയുള്ളൂ. ഞെട്ടറ്റു വീണ പൂവിൽ ലോകോപകാര കർമ്മങ്ങൾ കൊണ്ട് ജന്മമൊടുക്കിയ ആ പുണ്യാത്മാവിൻ്റെ ധന്യജീവിതം കാണിച്ചു തരുവാനും ആരും തിരിഞ്ഞൊന്നു നോക്കാതെ ഒരു മൂലയിൽ കിടക്കുന്ന കീറത്തലണയ്ക്ക് ഒരു നിഷ്കാമ കർമ്മയോഗിയുടെ മേന്മ വരുത്തുവാനും അതിന് യാതൊരു പ്രയാസവുമില്ല. മഹാഭാരതത്തിലെ നീതിവാക്യജടിലമായ ശാകുന്തളോപാഖ്യാനം മഹാകവി കാളിദാസൻ്റെ പ്രതിഫലിച്ചപ്പോൾ സർവാംഗസുന്ദരമായ ശാകുന്തള നാടകമായി രൂപാന്തരപ്പെട്ടു. ഭർത്യപരിതൃപ്തയായ ശകുന്തളയുടെ വിരസമായ കശ്യപാശ്രമ ജീവിതം മഹാകവി വള്ളത്തോളിൻ്റെ ഭാവനയ്ക്ക് വിഷയീഭവിച്ചപ്പോൾ അച്ഛനും മകളും എന്ന പേരിൽ അഖണ്ഡരസമായ ഒരു ഖണ്ഡകാവ്യ തല്ലജം ഇതാ കൈരളിക്ക് കൈവന്നിരിക്കുന്നു.